നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ആശുപത്രിയിൽ ചികിത്സയിലാണ്. അഫാന്റെ ആരോഗ്യസ്ഥിതിയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ, കൂടുതൽ വിവരങ്ങളടക്കം നമുക്ക് വിശദമായി നോക്കാം. അഫാന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അഫാൻ അപകടനില തരണം ചെയ്തു. വെന്റിലേറ്ററിൽ നിന്ന് അഫാനെ നേരത്തെ തന്നെ മാറ്റിയിരുന്നു. ഓർമ്മശക്തിയടക്കം വീണ്ടെടുത്തു എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. പൂർണ്ണ ആരോഗ്യവാനാകാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ വെന്റിലേറ്ററിൽ നിന്നും അഫാനെ മാറ്റിയിരുന്നു. ഓക്സിജൻ സഹായം അടക്കം നൽകുന്നുണ്ടായിരുന്നു. നേരത്തെ തന്നെ പേര് വിളിക്കുമ്പോൾ കണ്ണ് തുറക്കുകയും വശങ്ങളിലേക്ക് നോക്കാൻ പറയുമ്പോൾ കണ്ണ് കൃത്യമായി അനക്കുകയും ഉൾപ്പെടെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത്. എന്തായാലും ഇപ്പോൾ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. എന്നാൽ അപകടനില പൂർണ്ണമായി തരണം ചെയ്യാറായിട്ടില്ല എന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. വായിലൂടെയും മൂക്കിലൂടെയും ട്യൂബ് ഇട്ട അവസ്ഥയിലായിരുന്നു അഫാൻ. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ രക്തയോട്ടം കുറഞ്ഞതിനാൽ തലച്ചോറിൽ സാരമായ ക്ഷതങ്ങളേറ്റിരുന്നു. ക്രമമായ ഇടവേളകളിൽ MRI സ്കാൻ ഉൾപ്പെടെ നടത്തി തലച്ചോറിലെ സ്ഥിതി വിലയിരുത്തുന്നുണ്ടായിരുന്നു. ഉണ്ടാകാൻ സാധ്യതയുള്ള അണുബാധ, ഹൃദയാഘാതം തുടങ്ങിയ സങ്കീർണതകളെ അതിജീവിക്കുന്നതനുസരിച്ചായിരിക്കും അഫാൻ അപകടനില പൂർണ്ണമായി തരണം ചെയ്യുന്നത്. തലച്ചോറിൽ സാരമായ പ്രശ്നങ്ങൾ ഉണ്ടായതിനാൽ ഏറെക്കാലം കിടപ്പുരോഗിയായി തുടരേണ്ടി വരും എന്ന് നേരത്തെ ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു. പ്രായം കുറവായതിനാൽ കൃത്യമായ ചികിത്സ, പരിചരണമൊക്കെ കിട്ടിയാൽ കാലതാമസം എടുത്താലും രോഗമുക്തി നേടാനാകുമെന്നും ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിഞ്ഞിരുന്ന അഫാനെ കഴിഞ്ഞ 25-ന് രാവിലെ 11 മണിയോടെയാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ജയിലിനുള്ളിലെ അതീവ സുരക്ഷയുള്ള മേഖലയായ UT ബ്ലോക്കിൽ ആത്മഹത്യാ ശ്രമം നടക്കുകയായിരുന്നു. ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത് എന്ന് സർക്കാർ വിലയിരുത്തിയിരുന്നു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ 2 UT ബ്ലോക്കുകളാണുള്ളത്. UTA, UTB എന്നിവയാണവ. ഇതിൽ ജയിലിനുള്ളിലെ ജയിൽ എന്നറിയപ്പെടുന്ന UTB ബ്ലോക്കിലായിരുന്നു അഫാനെ പാർപ്പിച്ചിരുന്നത്. 7 സെല്ലുകളാണ് UTB ബ്ലോക്കിൽ ഉള്ളത്. CCTV നിരീക്ഷണത്തിന് പുറമെ 24 മണിക്കൂറും വാർഡന്മാരുള്ള നേരിട്ടുള്ള നിരീക്ഷണവുമുള്ള മേഖലയാണിത്. കൂട്ടക്കൊലയ്ക്ക് ശേഷം എലിവിഷം കഴിച്ചാണ് 23-കാരനായ അഫാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. അന്ന് അടിയന്തരമായി ചികിത്സ നൽകിയാണ് ഇയാളെ രക്ഷിച്ചത്. മെഡിക്കൽ കോളേജിൽ ദിവസങ്ങളോളം ഇയാൾ ചികിത്സയിലായിരുന്നു. എന്നാൽ താൻ ജീവനൊടുക്കുമെന്ന് ചോദ്യം ചെയ്യലിനിടെ അഫാൻ പോലീസിനോട് പറഞ്ഞിരുന്നു. ആത്മഹത്യാ പ്രവണത കാണിക്കുന്നതിനാൽ സെല്ലിൽ അഫാനെ നിരീക്ഷിക്കാൻ ഒരു തടവുകാരനെയും സ്ഥിരമായി ഏർപ്പെടുത്തിയിരുന്നു. ഇവരുടെ എല്ലാം കണ്ണുവെട്ടിച്ചാണ് അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. എന്തായാലും 5 പേരെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാൾക്കെതിരെയുള്ള 3 കുറ്റപത്രങ്ങൾ പോലീസ് സമർപ്പിച്ചിരുന്നു. കുറ്റപത്രങ്ങൾ സമർപ്പിക്കുക എന്നത് വലിയൊരു ദൗത്യമായിരുന്നു. 3 കേസുകളിലായിട്ടാണ് ഈ ഒരു കൊലപാതക കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസും, പിതൃ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിൽ കിളിമാനൂർ പോലീസും, തൻ്റെ സുഹൃത്തിനെയും അതുപോലെ തന്നെ സഹോദരനെയും കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമൂട് പോലീസുമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 3 കുറ്റപത്രങ്ങളും സമർപ്പിക്കപ്പെട്ടു. നേരത്തെ ഈ 3 പോലീസും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന സാഹചര്യം, തെളിവെടുപ്പൊക്കെ നടത്തിയിരുന്നു. ആദ്യമായി കുറ്റപത്രം സമർപ്പിച്ചത് പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു. പാങ്ങോട് പോലീസായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത്. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 450 പേജുള്ള കുറ്റപത്രത്തിൽ 120 സാക്ഷികളും 40 തൊണ്ടി മുതലുകളുമാണ് ഉണ്ടായിരുന്നത്. സൽമ ബീവിയോട് അഫാന് വൈരാഗ്യമുണ്ടായിരുന്നതായി കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. കടവും അഫാനോട് കടക്കാർ പണം തിരികെ ചോദിച്ചതിലുള്ള ദേഷ്യവുമായിരുന്നു കൊലപാതകത്തിന് പിന്നിലെന്നായിരുന്നു കുറ്റപത്രത്തിൽ പോലീസ് വ്യക്തമാക്കിയിരുന്നത്. കടം വീട്ടാൻ സഹായിക്കാതിരുന്നതും അമ്മയെയും തന്നെയും കുറ്റപ്പെടുത്തിയതും പരിഹസിച്ചതുമാണ് പിതൃമാതാവായ സൽമ ബീവിയെ കൊലപ്പെടുത്താനുള്ള കാരണം. കുടുംബം കടബാധ്യതയിൽ മുങ്ങി നിൽക്കുമ്പോൾ പിതൃമാതാവിനോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു. പക്ഷെ കിട്ടിയില്ല. ഇവരുടെ കൈവശം 2 സ്വർണ്ണമാല ഉണ്ടായിരുന്നെന്നും പിന്നീട് 1 കാണാതായെന്നും അഫാൻ പറഞ്ഞിരുന്നു. ബന്ധുവായ മറ്റൊരാൾക്ക് മാല കൊടുത്തെന്ന് മനസ്സിലായതോടെ വൈരാഗ്യം തോന്നിയെന്നും അഫാൻ മുമ്പ് പോലീസിനോട് പറഞ്ഞിരുന്നു. 2ാം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പിതൃ സഹോദരനെ ഭാര്യയും കൊലപ്പെടുത്തിയ കേസിലാണ് 2ാം കുറ്റപത്രം സമർപ്പിച്ചത്. പണം കടം നൽകാത്തതിൻ്റെയും കടം വാങ്ങിച്ചുള്ള ജീവിതത്തെ കുറ്റപ്പെടുത്തിയതിൻ്റെ വൈരാഗ്യത്തിലാണ് 2ാമത്തെ, അതായത് പിതൃ സഹോദരനെയും അതുപോലെ തന്നെ ഭാര്യയും കൊലപ്പെടുത്തിയതെന്നാണ് 2ാമത്തെ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നത്. ഉറ്റവരെയെല്ലാം കൊന്നൊടുക്കിയ അഫാന്റെ ക്രൂരതയുടെ 2ാം ഇരകളായിരുന്നു പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫും ഭാര്യ സജിത ബീഗവും. ഫെബ്രുവരി 24-ന് അമ്മയെ ആക്രമിച്ച് ക്രൂരതയ്ക്ക് തുടക്കമിട്ട അഫാൻ പാങ്ങോട് വീട്ടിലെത്തി വല്യമ്മയെ കൊലപ്പെടുത്തിയ ശേഷമാണ് ചുള്ളാളത്തുള്ള ലത്തീഫിന്റെ വീട്ടിലെത്തിയത്. അരുംകൊലയ്ക്ക് തയ്യാറെടുത്ത അഫാൻ ലത്തീഫിനെ കൊല്ലണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നതായാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. അഫാന്റെ കുടുംബത്തിന് ലത്തീഫ് 75,000 രൂപ കടം നൽകിയിരുന്നു. അത് തിരികെ വേണമെന്ന് ലത്തീഫ് നിരന്തരം ആവശ്യപ്പെട്ടത് വൈരാഗ്യത്തിന്റെ കാരണങ്ങളൊന്നാണ്. അതുകൂടാതെ പലയിടങ്ങളിൽ നിന്ന് കടം വാങ്ങിയുള്ള അഫാന്റെയും അമ്മയുടെയും ജീവിതത്തെ ലത്തീഫ് കുറ്റപ്പെടുത്തിയിരുന്നു. അഫാന്റെ പിതാവ് വിദേശത്ത് കുടുങ്ങാനുള്ള കാരണം അഫാനും അമ്മയുമാണെന്ന് കുറ്റപ്പെടുത്തിയതും അഫാന്റെ വൈരാഗ്യം ഇരട്ടിച്ചു.
മറ്റു ചിലരുടെ കടം വീട്ടാനായി പലപ്പോഴായി പണം ചോദിച്ചപ്പോൾ നൽകാതിരുന്നതും അഫാനും കാമുകി ഫർസാനയുമായുള്ള അടുപ്പത്തെ വിമർശിച്ചതും വൈരാഗ്യത്തിന്റെ മറ്റ് കാരണങ്ങളാണെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.